CRPC denotes? ഓപ്ഷൻസ് നോക്കാം. A. സെൻട്രലൈസ്ഡ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് സെന്റർ. B. സെൻട്രലൈസ്ഡ് റിക്കവറി ആൻഡ് പ്രോസസിംഗ് സെന്റർ. C. സെൻട്രലൈസ്ഡ് റെസീപ്റ്റ്സ് ആൻഡ് പ്രോസസിംഗ് സെന്റർ. ആൻഡ് D. none of the above. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്, സെൻട്രലൈസ്ഡ് റെസീപ്റ്റ്സ് ആൻഡ് പ്രോസസിംഗ് സെന്റർ. ഈ CRPC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സെന്റർ ആണ് കേട്ടോ. RBI സ്ഥാപിച്ച ഒരു സെന്റർ ആണ്. എന്തിനാണ്? നമ്മുടെ ബാങ്കിങ് ഒംബുഡ്സ്മാന് നമ്മൾ ഫിസിക്കൽ മോഡ് വഴി പരാതി കൊടുക്കും, കംപ്ലൈൻറ്റ്സ് കൊടുക്കുമല്ലോ. ഫിസിക്കൽ മോഡ് എന്ന് പറഞ്ഞാൽ ലെറ്ററോ പോസ്റ്റോ വഴി നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ഈ കേന്ദ്രത്തിലാണ്, ഈ സെന്ററിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഈ കംപ്ലൈന്റ് എത്തുന്നത്. അപ്പോൾ നമ്മുടെ കംപ്ലൈന്റ് റിസീവ് ചെയ്യുന്ന ഒരു സെന്റർ ആണ് നമ്മുടെ ബാങ്കിങ് ഒംബുഡ്സ്മാൻ. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട നമ്മുടെ കംപ്ലൈന്റ് എന്താണ്, റിസീവ് ചെയ്യുന്ന ഒരു സെന്റർ ആണ് സെൻട്രലൈസ്ഡ് റെസീപ്റ്റ്സ് ആൻഡ് പ്രോസസിംഗ് സെന്റർ എന്ന് പറയുന്നത്. ഇതെവിടാണുള്ളത്? ചണ്ഡീഗഡിലാണ്. ഇതാരാണ് സ്ഥാപിച്ചത്? RBI ആണ്. ഈ കംപ്ലൈന്റ് CRPC റിസീവ് ചെയ്യുകയും അവര് ഇനിഷ്യൽ സ്ക്രൂട്ടണി നടത്തും. എന്താണ്? ആദ്യമായിട്ടുള്ള സൂക്ഷ്മ പരിശോധന നടത്തി അതിനെ, ആ കംപ്ലൈൻറ്റ്സിനെ പ്രോസസ്സ് ചെയ്ത് CMSൽ അപ്ലോഡ് ചെയ്യും. എന്താണ്? CMSൽ അപ്ലോഡ് ചെയ്ത് അതിനുശേഷം കൺസേൺഡ് RBI ഓഫീസിലേക്ക് അല്ലെങ്കിൽ CEPCയിലേക്ക് റിഡ്രസലിന് വേണ്ടിയിട്ട് അയക്കും. റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് അയക്കും. അപ്പോൾ ആ ഒരു കേന്ദ്രമാണ് എന്ത്? സെൻട്രലൈസ്ഡ് റെസീപ്റ്റ്സ് ആൻഡ് പ്രോസസിംഗ് സെന്റർ.